ഗായ്സ് വി ആർ ലവ് 2.0 പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കാലത്ത് തന്നെ ഭയങ്കര വിഷമമുള്ളൊരു കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ ഞാനും വെച്ചു എണീറ്റ് വന്നത്. അമ്മ അറിഞ്ഞ് റംബൂട്ടാമരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, വീടിന് ഫ്രണ്ടിൽ തന്നെ ഉണക്കമരം നിന്ന് കഴിഞ്ഞാൽ ആരായാലും വെട്ടിക്കളയില്ലേ അല്ലേ. ഒരു 3 വർഷം മുമ്പ് ഞാനും വെച്ച് ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചു വെച്ച റംബൂട്ടാൻ മരമാണ് കേട്ടോ ഇത് മേടിക്കാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ മോൾക്കും അതുപോലെ തന്നെ പൂഞ്ചയ്ക്കും പാറുവിനും ഒക്കെ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സീസൺ ആകുമ്പം ഒരുപാട് വില കൊടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും റംബൂട്ടാൻ മേടിച്ച് പിള്ളേർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റംബൂട്ടാൻ മരം വെച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു ആശയത്തിൽ നിന്ന് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. പെരയ്ക്ക് ചുറ്റും കുറേ റംബൂട്ടാൻ മരം വെച്ച് പിടിപ്പിച്ചെങ്കിലും ഈ ഫ്രണ്ടിലെ റംബൂട്ടാൻ മരം പെട്ടെന്ന് തന്നെ വലുതായി, പെട്ടെന്ന് തന്നെ പൂത്തു, പെട്ടെന്ന് തന്നെ കായ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചില്ല കൈസ് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിയും പോകും എന്നുള്ളത്. എന്ത് പറ്റി ഏത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു സൈഡിലുള്ള എല്ലാ മരങ്ങളും ഇങ്ങനെ ഉണങ്ങി പോവാണ്. അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട്. നല്ല രസമുണ്ടല്ലോ പാവാടയും ബനിയനും കൂടെ അല്ലേ, നല്ലതായിട്ട് ചേരുന്നുണ്ട്. നീ ഇങ്ങനത്തെ ഇട്ടാ മതി കേട്ടോ. ഇനി അച്ഛനോട് മേടിക്കുമ്പോ ഇങ്ങനത്തെ മേടിക്കാൻ പറഞ്ഞാൽ മതിയേ. പാർവതിനെ ഈ ഒരു ലുക്കിൽ കാണാറില്ലല്ലോ. അമ്മോ പണ്ടൊക്കെ ഉണ്ടല്ലോ ചെമ്പതന്നെ പൊട്ടിച്ചിട്ട് പോകുമ്പേ ടീച്ചർ പറയും എനിക്ക് ഒരെണ്ണം തരുമെന്ന്. ഞാൻ അങ്ങടിക്ക് കൊടുക്കും. അപ്പൊ തലയിലുണ്ട് ചെമ്പകം നിറച്ച് പൂട്ട് പോന്നിട്ടോ. അതിന്റെ കഥയാട്ടോ ഇവിടെ നിന്ന് പറയുന്നേ. നല്ല സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര സ്മെല്ലാ. ആ ചെടി കുഴിച്ചു വെക്കാൻ പറഞ്ഞോട്ടോ അമ്മ. മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്യോന്നുള്ള ദൈവത്തിന്റെ കയ്യില. ഭയങ്കര ചൂടല്ലേ. എന്തത് കെട്ടിപ്പിടിച്ചുള്ള പരിപാടി. എന്തിട്ടുണ്ട് രാവിലെ ചുമയൊക്കെ പോയി കുളിക്കട്ടെ. ചേച്ചിമാരുണ്ടരും കുളിച്ചേക്കാ. കാലത്ത് ഞങ്ങൾ ഒറ്റക്ക് വെച്ചു അമ്മുന്റെ പിങ്ക് ബാഗും കൊണ്ട് ഞങ്ങൾ കടയിൽ പോയിണ്ടായിരുന്നു. അപ്പൊ ഒരു മാംഗോ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ചെടി നടാൻ വേണ്ടിട്ട് പോവാനാട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ എന്ത് മേടിച്ചാലും അത് കരിഞ്ഞു പോക്കാണ് കൈസ്. അതുകൊണ്ട് ഇനി ആ ചെടിയും പോകുന്നൊരു പേടി. അപ്പം അത് വേറൊന്നും വെക്കാണ് കേട്ടോ. പാക്കി പോവാട്ടോ. 2 ദിവസം പാക്കി പോയില്ലേ. ഇന്ന് വൈകിട്ട് കാലത്ത് ഞാനുണ്ടല്ലോ അവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ പല്ല് തേച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മാറിപ്പൊക്കോണം, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞു കേട്ടോ. അവിടെ പോയി ഒളിച്ച് ഇന്ന് പല്ല് കഴിക്കുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? വിച്ചു എന്തോ ഒളിച്ചിക്കണേ. ഞാൻ ഒളിച്ചിക്കല്ല, മാറി പോകാനല്ലേ പറഞ്ഞേ. ഉടുപ്പിടാണ്ട് വന്ന് നിന്ന് കൈസ്. അപ്പൊ ഞാൻ ചോദിച്ചു വിച്ചുവിന് എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഷർട്ട് ഇല്ലാണ്ട് വന്നിരിക്കും, പൊക്കോണം മാറിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിച്ചുവിനെ കാണില്ല. നോക്കിയപ്പോ എന്ത് ഈ സാധനത്തിന്റെ പുറകെ പോയി വിളിച്ചിരിക്കണ്. അങ്ങനെ ഒരു സാധനം നോക്കി എന്തോരം തൂരാ പോയി വിളിച്ചിരിക്കുന്നേന്ന്. ഇപ്പുറത്തെ റംബൂട്ടാന്മാരാണെങ്കിൽ നിറയെ പൂത്ത് നിറയെ കായിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതുപോലൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാണ് കൈസ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ മാത്രം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ മേടിച്ച് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും മര്യാദയ്ക്ക് പിടിക്കുന്നില്ല. അതിനി നമ്മുടെ മണ്ണിൻ്റെ ആണോ എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല കേട്ടോ എന്താണ്. അപ്പോൾ ചേച്ചി കാലത്ത് തന്നെ പിള്ളേർക്ക് ബ്രെഡ് കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഞാനും വിച്ചുവും കൂടെ പോകുന്നത് ATM-ലോട്ടാണ് കേട്ടോ. 9 മണിയാകാനായിട്ട് 5 മിനിറ്റ് ഉള്ളപ്പോൾ അമ്മ പറഞ്ഞത് അയ്യോ മക്കളെ എനിക്ക് കുറച്ച് പൈസ വേണം. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. കാര്യം ഇന്നലെ വൈകിട്ട് ഞാൻ എൻ്റെ പൈസയെല്ലാം നമ്മുടെ സേവിങ്സിൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പം നേരെ നമ്മൾ CDM-ലോട്ട് വിട്ടു പോവുകയാണ് കേട്ടോ. വിച്ചു പോകുന്ന വഴിക്ക് ഒരു ബ്രെഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. കാര്യം കാലത്ത് തന്നെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാനാണ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് വിശന്നിട്ട് പാണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാറുള്ളത്. കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അർജൻറ്റായിട്ട് കുറച്ച് പൈസ വേണം എന്നുള്ളത് കേട്ടോ. കുറച്ച് വലിയ തുക ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓടി പൊക്കോണ്ടിരിക്കുന്നത്. 9 മണിയാകുമ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു. 9 ആകാണ്ട് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വിച്ചൊരു ചെറിയ കടിയാണ് തന്നെന്നുള്ള പരിഭവം പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. വിശപ്പിന്റെ വിളി അത്രയ്ക്ക് ഉണ്ടായിരുന്നേ. ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ATM-ലോട്ടാണ് കേട്ടോ. CDM-ൽ വന്നതാണ് ഗൈസ്. ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. മഴ തൂടി വെക്കുന്നു ഗൈസ്. മര്യാദയ്ക്ക് വീണാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. ഞാനും കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. മഴ പെയ്തിരിക്കുന്നുണ്ടപ്പോഴേ എന്തോ ഒരു സന്തോഷം. നമ്മളൊരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി, അല്ലെ നമുക്ക് നനയായിരുന്നു. ആളുകളൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളു കേട്ടോ. ഇപ്പൊ കുളിച്ചിറങ്ങിയതേ ഉള്ളേ. ഈ വിയർത്തേക്കുന്നത് ഒരു രക്ഷയില്ല ഗായ്സ്. ഈ എന്താ പറയാ
വെയിലില്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്, അസ്വസ്ഥത പിടിച്ച ചൂടാട്ടോ, അതാ സഹിക്കാൻ പറ്റാത്തത്. നോർമൽ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും താങ്ങാം, ഇതൊരു മാതിരി ഉണ്ടല്ലോ വൃത്തികെട്ട ചൂട്, ഭയങ്കര ചൂട്. ഈ മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ചൂട് കൂടുന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ, ഒന്നും കൂടെ ഭയങ്കര ചൂടാക്കി. മഴ പെയ്ത അത്രയും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ മഴക്കാർ വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട്, ഇങ്ങനെ ഒരു സീസൺ വൃത്തികെട്ട ഉഷ്ണം എന്ന് പറയില്ലേ അതാ. ഇവിടെ ഇന്ന് സമരം, എല്ലായിടത്തും ഇന്ന് സമരമാണല്ലോ അല്ലേ. ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ആൾക്കാർ കൂടിക്കൂടി നിൽക്കുന്നതിന്. ഇന്ന് മറ്റേ ആ കൊച്ചിന് വേണ്ടിയിട്ട് മരിച്ച ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണല്ലോ, അത് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. എന്നാലും വണ്ടിയൊക്കെ ഓടുന്നുണ്ടല്ലോ, വണ്ടിയൊക്കെ ഓടുന്നുണ്ട്, കടകൾ ഓരോന്നൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയതൊക്കെ അടപ്പിക്കുവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, വർത്താനം പറഞ്ഞ്. അവിടെ പോയി നിൽക്കുന്നുണ്ട് 2-3 ചേട്ടന്മാർ തുറന്നൊരു കടയുടെ ഫ്രണ്ടിൽ. അവധി ആയിരിക്കാം, എനിക്കറിയില്ല. വിശന്നിട്ട് വയ്യ കൈസ്, അതാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു പ്രശ്നം. അയ്യോ, വീളിന്നുണ്ടല്ലോ ഓരോരോ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നു വേളിയിൽ. ഈ ചൂട്ടത്തെ ഒരു തുള്ളി വീണാലും അതൊരു സന്തോഷമാണ്, ഇങ്ങനെ ഓരോരോ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നത്. എന്നെ നൈസായിട്ട് ഇറക്കി വിട്ട് കൈസ്, മുടി തട്ടിയിട്ട് ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, എന്തെല്ലാം കംപ്ലൈന്റുകളാണ്. ഊട്ടായി പാടേ നിങ്ങളുടെയൊക്കെ കിട്ടമാരിക്കണോ. രാവിലെ തന്നെ അമ്പലവും പള്ളിയൊക്കെ കാണുന്ന എന്ത് പോസിറ്റീവ് ആണല്ലേ, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ. കോലം നോക്കി കള്ളിയങ്കാട്ട് നീലി. നാട്ടിലെ നീലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടു ആയി. നമ്മളൊരു കറക്കമൊക്കെ കറങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ജാനിക്കുട്ടീനെ ആരോ കരിക്കുട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇഷ്ടപ്പെട്ടു കേട്ടോ, കാര്യം വല്ലപ്പോഴൊക്കെ അങ്ങനെ ഒരുങ്ങുമ്പോൾ കാണാനായിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ട്. തത്തമ്മ ചേച്ചിയുടെ കലാവിരുതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. നമ്മൾ എന്തോരം തുടച്ചിട്ടു എന്ന് പറഞ്ഞാലും പിള്ളേർ പൊടി ചവിട്ടി കയറ്റിക്കൊണ്ടിരിക്കുക. അമ്മു വീട്ടിൽ പണിയൊന്നും ചെയ്യാറില്ലേ, അമ്മുവിന് പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നവരോട് ഞാൻ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കമൻറ്റും കാര്യങ്ങളും അതിൻ്റെ ലൈക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിരുന്നു, നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ നോക്കുമ്പം ഞാൻ ഒന്നും ചെയ്യുന്ന കാണുന്നില്ലായിരിക്കും, കാര്യം എൻ്റെ ക്യാമറ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയും വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് 3/4% വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പണി ചെയ്യാത്ത പോണക്കും ഒക്കെ ഫീലാവും. സുധാമേനെ കൊണ്ടാണ് എല്ലാം ചെയ്യിക്കുന്നത്. അമ്മു വല്ലപ്പോഴൊക്കെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അമ്മു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയല്ല കേട്ടോ, അമ്മയ്ക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല. വീഡിയോ എടുക്കാൻ അറിയാവുന്ന ആൾ ഞാനും വിച്ചുമൊക്കെയാണ്, നമുക്ക് അതിൻ്റെ ആ ഒരു നാക്ക് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അമ്മ ചെയ്യുമ്പം അമ്മേനെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ എന്നെ കാണിക്കാനായിട്ട് ആരും ഇല്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വിച്ചും ഉണ്ടാവില്ല, പിന്നെ എൻ്റെ ക്യാമറ സ്റ്റാൻഡ് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പണി ചെയ്യുന്നതും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാത്തത്. പറ്റുന്ന മോണക്ക്, എന്നാൽ പറ്റുന്ന മോണക്ക് രാവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ പണികൾ കാര്യങ്ങളൊക്കെ തീരും. പിന്നെ കൂടുതലും ഞാൻ ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാത്തത് നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കും കേട്ടോ. അപ്പോൾ അത് പബ്ലിക്കിലോട്ട് വിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടെ നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത് കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഓണക്ക് നിൽക്കും. ഞാൻ വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അത് പോണക്ക് അമ്മയോ ചേച്ചിയോ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അത് പബ്ലിക്കിലോട്ട് പോകുമ്പോൾ പല കണ്ണുകളും പല ടൈപ്പിലാണ്, പലരും പലതായിട്ടായിരിക്കും കേട്ടോ എടുക്കുന്നത്. നിസാരം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്നത് പോലും അത് അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു തരുന്ന അമ്മമാരുണ്ട്. ചിലപ്പോൾ അവർ നല്ലതുകൊണ്ട് പറയുന്നതായിരിക്കും, പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് എടുത്ത് അതിനെ കളിയാക്കാനായിട്ടും കുറേ
ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാമിലീനെ എനിക്ക് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കഴിവതും ഞാൻ അവരൊക്കെ അടുക്കളയിലുള്ളപ്പോൾ ഉള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാത്തത് കേട്ടോ. ചിലവർ അതിനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് അമ്മു പണിയൊന്നും ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കും അല്ല വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കുമാണ് വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ. അങ്ങനല്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുഞ്ഞിലെ ഞാൻ അങ്ങനെ തന്നെയാണ്. അമ്മ പണിക്ക് പോകുമ്പോൾ വീട്ടിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യുക. അമ്മ ചില സമയമൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോകും, മോനെ കഞ്ഞിയൊക്കെ ഊറ്റുമ്പോൾ സൂക്ഷിക്കണേ, കൈയൊന്നും പൊള്ളാണ്ട് നോക്കണേ. അതെല്ലാം ശ്രദ്ധിച്ച് കുഞ്ഞിലേ തൊട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇന്നത് ചെയ്യാൻ അറിയില്ല, ഇന്നത് ഞാൻ ചെയ്യില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല കേട്ടോ. എനിക്ക് അറിയാവുന്ന പണിയിൽ ഞാൻ എല്ലാം നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കാണുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഞാനൊന്നും ചെയ്യാത്ത പോണക്ക് ഫീൽ ആവുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന പോണക്ക് ഞാൻ അമ്മേനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് 2 മുട്ടയെങ്കിലും ഡെയിലി കഴിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പുഴുങ്ങിയ മുട്ട ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പുഴുങ്ങിയ മുട്ടയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അന്നെങ്കിൽ മുട്ട എടുത്ത് ബ്രെഡും കൂടെ എടുത്തിട്ട് ബ്രെഡ് റോസ്റ്റ് പോണക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ 2 മുട്ട എടുത്ത് ഒരു ഇച്ചിരി പാൽ ഒഴിച്ച് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ എടുത്ത് അടിച്ചവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്ത് മുക്കുന്നു, ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലിടുന്നു, ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇതാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ഫുഡ് കാര്യം. എൻ്റെ ദൈവമേ, കാലത്ത് തന്നെ ഞാനിത് ആരെ ഈ കണി കണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആരായാലും വളരെ മോശം ദിവസമാണെന്ന് തോന്നുന്നുണ്ട് ഇന്ന്. കാരണം രാവിലെ തൊട്ട് പണി കിട്ടി തുടങ്ങിയതാണ്. രാവിലെ തന്നെ ഭയങ്കര മനസ്സുവിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആശിച്ച് മോഹിച്ച് റംബൂട്ടാൻ പറിച്ച് കഴിക്കുന്നവരെ സ്വപ്നം കണ്ട് വെച്ച് റംബൂട്ടാൻ മരം കരിഞ്ഞുണങ്ങിപ്പോയി. അത് അമ്മ വെട്ടുന്ന കണ്ടിട്ടാണ് കേട്ടോ. അതൊരു പാതി വിഷമത്തിൽ നിന്നപ്പോഴാണ് എൻ്റെ ക്യാമറ സ്റ്റാൻഡ് അകത്ത് ഒടിയുന്ന സൗണ്ട് ഞാൻ കേട്ടത്. ആ വിഷമം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കൈ നല്ല രീതിയിലൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആരെയാ കണി കണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആരായാലും നല്ല കണിയായി കേട്ടോ. നല്ല കെണികളാണ് ഗൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കട്ടൻ ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കട്ടൻ ചായ കൂടിയോ പാൽ ചായ കൂടിയോ ഒന്നും എനിക്ക് ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷെ ഇന്ന് എന്തോ കഴിക്കാനായിട്ടൊക്കെ തോന്നിയേ. എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി വയ്ക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. നേരത്തെ ഇടുന്നതും പിറക്കിയിടുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ചില സമയത്തൊക്കെ നിരന്നിങ്ങനെ കിടന്നത് നമ്മളതങ്ങനെ കാണേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെ വരേണ്ട അതൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അടുക്കളയൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക് കിടക്കുന്നതാണ് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം. അപ്പം പാനൊന്നും ഞാനിങ്ങനെ ചൂടോടെ കഴുകില്ല കേട്ടോ. കാര്യം കഴുകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും എന്നാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൊളിഞ്ഞു പോരുന്നോ എന്താണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ വെച്ചു. ബാക്കിയുള്ള എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകും. ഇനിയിപ്പോൾ അതൊരു കമൻറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അമ്മ പാൻ എടുത്തിട്ട് അപ്പം തന്നെ കഴുകിയില്ലല്ലോ അത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറാ പറഞ്ഞത് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യത്തിൽ മുൻകൂർ ജാമ്യം എടുത്തിരിക്കണം എന്നല്ലേ. അപ്പോൾ കട്ടൻ ചായ ഇടാനായിട്ട് ആ പാത്രം തുറക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അമ്മ നല്ല ടൈറ്റിൽ അടച്ചു വയ്ക്കും കേട്ടോ. അപ്പം ഞാൻ വിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ വിച്ചുവിന് കിടന്ന് ഉറങ്ങാനായിട്ട്. കാര്യം വിച്ചു വർക്കൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്താണ് വന്നത്. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഇരിക്കുകയാണ്. എന്നാലും കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി വരണം കേട്ടോ. ഇന്ന് 3 പിള്ളേരും ഞാൻ നോക്കേണ്ട ചുമതല എൻ്റെയാണ്. കാര്യം ചേച്ചി ഡ്യൂട്ടിക്ക് പോയി, അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്. അപ്പോൾ വിച്ചുവിന് ഉറങ്ങാൻ വേണ്ടി സമയം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 3 പേരും എൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പം ഞാൻ കാപ്പി കുടിക്കാണ്ടിരുന്നപ്പോഴത്തേക്ക് അവരെ വെളിയിലോട്ട് കളിക്കാൻ വേണ്ടി ഇറക്കി വിട്ടു കേട്ടോ. ഇന്ന് വലിയ ചൂട് കാര്യങ്ങളും വെയിലും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വിട്ടത്. വെയിലുള്ള ടൈമിൽ ഞാൻ ഇറക്കാറേ ഇല്ല. ഞാൻ തീരെ സമ്മതിക്കില്ല കേട്ടോ. കാര്യം കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന് സൂര്യാഘാതവും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ 3 എണ്ണത്തിനെയും തിണ്ണയിലോട്ട് പോലും ഇറക്കില്ല കേട്ടോ. കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. എന്തെങ്കിലും ഒന്ന് വന്നു പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പൂഞ്ചോലനെ ആയാലും പാറുവിനെ ആയാലും ചേച്ചി അളിയനും നമ്മളെ അത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ ഒരു പോറൽ പോലും ഐറ്റങ്ങൾക്ക് പറ്റുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ കയ്യിൽ നിന്നും. അപ്പം അതുകൊണ്ട് ഞാൻ വെയിലൊന്നും അടുപ്പിക്കത്തില്ല. ഇവിടെ ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം 3 പേരെയും കൂടെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കളിച്ചോളും. ഇവിടെ വലിയ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇച്ചിരി വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ മഴക്കാറ് കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ ഭയങ്കര ഇടിവെട്ടി മഴ പെയ്യുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചതിച്ചു ഗെയ്സ്, സൂര്യൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് ഐറ്റങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്. 3 പേര് എൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ട് കേട്ടോ. ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി, ഇന്ന ആൾ വേണമെന്നൊന്നുമില്ല. അമ്മ ഉണ്ടെങ്കിൽ അമ്മ മതി, അങ്ങനത്തെ ഒരു ഇതാണ്. ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അമ്മ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറ്റങ്ങളുടെ അമ്മേനേക്കാളും കാര്യമാണ് ഐറ്റങ്ങൾക്ക് എന്നോടൊന്ന്. കാര്യം ഫുൾ ടൈം ഞാനാണ് കൂടെ ഇരിക്കുന്നത്. എന്താഗ്രഹങ്ങൾ പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ നല്ല രീതിയിൽ വഴക്കും പറയാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ എൻ്റേത് ചേച്ചിയുടേത് അങ്ങനൊന്നുമില്ല. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റാന്ന് തന്നെ പറയും. അത് ആരൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് തന്നെ പറയും കേട്ടോ. പക്ഷെ തല്ലത്തോ കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ ഞാൻ തല്ലിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ വഴക്ക് പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയാറുണ്ട്. ചെറുതായിട്ട് പേടിപ്പിച്ച് നിർത്താറുമുണ്ട്, എന്നാൽ സ്നേഹിക്കാറുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്നെ ഭയങ്കര കാര്യമാണ്, ഞാൻ പറയുന്നതെല്ലാം കേൾക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ കാലത്ത് ഒരു 3-4 തുട നമ്മുടെ പെരയ്ക്കാൻ തുടച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഒരു ദിവസം ഒരു 35 പ്രാവശ്യമെങ്കിലും നമ്മൾ കുറഞ്ഞത് നമ്മുടെ പെരയ്ക്കാനും തുടയ്ക്കാറുണ്ട്. എന്നാലും അത് ക്ലീനായി കിടക്കാറില്ല കേട്ടോ. 1000 വർണ്ണം മെഴുകുതിരികൾ ഒതുകിൽ നീത്തുന്നില്ലേ കൂടെ ഞാനും പോന്നോട്ടെ നീ എൻ സർഗ സംഗീതമേ നിന്റെ സങ്കീർത്തനം ഓരോ ഗീതങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് തന്നെ ചോറും കറിയൊക്കെ നമുക്ക് വേവാവും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. തൊട അലക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൂത്ത് വാരിച്ച പിന്നെ പിള്ളേരെ നോട്ടമായിരിക്കും കേട്ടോ കൂടുതൽ. ഇന്ന് എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാലത്ത് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സാമ്പാറാണ് കേട്ടോ വെച്ചത്. സാമ്പാറുണ്ട്, മീനുണ്ട്, അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തതും ഉണ്ട് കേട്ടോ. ഇത്ര ആയിരുന്നു നമുക്ക് കറി കാര്യങ്ങളൊക്കെ വെച്ച് തന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോൾ എനിക്ക് പിള്ളേരെ നോക്കിയാൽ മതി. അപ്പോൾ തുടച്ചിട്ടും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കിച്ചണിലെ പരിപാടി. ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ വയ്യ ഗൈസ്. കാര്യം പിള്ളേർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ വീഡിയോയും പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല കേട്ടോ. മഴയൊക്കെ വന്നത് ഷൂന്ന് പറഞ്ഞ് പോയിട്ട് നല്ല ഒടുക്കത്തെ വെയിൽ വന്നിട്ടുണ്ട്.
ചൂടെടുത്തിട്ട് ഇങ്ങനെ മുഖമൊക്കെ വീർത്ത് ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ക്ഷമയില്ല ഗൈസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൻ ഒടിച്ച് പൊട്ടിക്കാട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.